ഹലോ ഫാമിലി, കുറേ നാളായില്ലേ ബ്യൂട്ടി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അത് ചെയ്യാം. പക്ഷെ ഇപ്പം പറയാൻ പോകുന്നത്, സൗണ്ടൊക്കെ ഒരു കിച്ച് കിച്ച് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ. ഈ രണ്ട് ഓയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നാൽപ്പാമരാതി, ഞാനീ നോക്കി വായിക്കണം എന്താണെന്നറിയോ, നാൽപ്പാമരാതി എന്നൊക്കെ പറഞ്ഞ് കിട്ടൂരുടെ കുറേ നേരം പറയും. അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് നോക്കി വായിക്കുമ്പോൾ ഉണ്ട് നാൽപ്പാമരാതി കേരതൈലം, അതായത് കോട്ടക്കല്ലാണ്. അല്ലാതെ നമ്മുടെയൊക്കെ അവിടെ ആയുർവേദശാലകളിലൊക്കെ ഇത് കിട്ടോട്ടെ. നമ്മളൊക്കെ കുഞ്ഞിലെ അല്ലെങ്കിൽ പ്രസവിച്ച് കിടന്ന് ആ സമയത്തൊക്കെ നമ്മളിത് തേച്ചിട്ടുണ്ടെന്നാണ്, ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നുള്ളതാണ് ഏലാതി കേരതൈലം. ഈ രണ്ട് തൈലങ്ങൾ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല, ഇത് എന്തുകൊണ്ട് ഇപ്പോഴായി പിന്നെ ഉപയോഗിക്കാൻ മറന്നുപോയെന്ന് ഞാൻ ചിന്തിച്ചിട്ടോ. അതുകൂടാതെ ഞാൻ ഇന്ദുവായിട്ട് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ, അത് ഇന്ദു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, യൂട്യൂബറാണ്. അപ്പോൾ അവളായിട്ട് ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ, കാരണം അവളുടെ സ്കിന്നിന്റെ ക്വാളിറ്റി കണ്ടപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെയും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അവളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇതുണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളും പിന്നീട് ഞാൻ ഉപയോഗിച്ചില്ല. ഇതിന്റെ ഗുണം പറയാം. അറിയാലോ, നാൽപ്പാമരാതി എന്ന് പറയുന്നത് മഞ്ഞളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളത്. നാൽപ്പാമരാതിയിൽ ഏറ്റവും കൂടുതലുള്ളത് മഞ്ഞൾ തന്നെയാണ്. അപ്പോൾ മഞ്ഞളുണ്ട്, പിന്നെ ഒരുപാട് ആയുർവേദമുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും ആധികാരികമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ടും ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് ആദ്യം തന്നെ പറയാം. ഇത് നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പം എൻ്റെ കൈയുടെ ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ടാൻ അടിച്ചിരിക്കുക, എനിക്ക് തേക്കാൻ വേണ്ടി പോവാണ്, ടാൻ അടിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പല പല കളറ്, ബോഡിക്ക് പല പല കളറ്. പിന്നെ എന്താണ്, ഒരു റിലാക്സേഷൻ നമുക്ക് വേണം, ഒരു എണ്ണ തേച്ച് കുളി വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ നാൽപ്പാമരാതി നല്ലതാണ്. മനസ്സിലായോ? ഒരു യെല്ലോയിഷ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വെയിലത്ത് ഇറങ്ങുന്നവരുണ്ടെങ്കിൽ പയറുപൊടി, നമ്മുടെ വീട്ടിലെ ചെറുപയറില്ല, അതങ്ങോട്ട് പൊടിച്ചിട്ട് തേക്കുക. ഇല്ലേ, നല്ല നല്ല തരി പോലത്തെ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, പച്ചരി പൊടിക്കുക, ഒരു തരി പോലത്തെ. ഇത് രണ്ടുമില്ലേ പുറത്തുനിന്ന് നിങ്ങൾ ഈ ഒരു സ്കിൻ കെയറിന് മേടിക്കും എന്നുണ്ടെങ്കിൽ ഞവര അരി മനസ്സിലായല്ലോ അല്ലെ? ഞവര അരി പൊടിച്ച് ഉപയോഗിച്ചവർ ഉറപ്പായിട്ടും വന്നിട്ട് താഴെ കമന്റ് ചെയ്യും, എൻ്റെ പൊന്ന് സാറാമേ ആ സ്കിന്നൊക്കെ അങ്ങോട്ട് പെള്ള ഗ്ലോയിടാ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തൊട്ടപ്പോ സ്വയം തന്നെ നമുക്ക് സ്കിന്നിനോടൊരു ഇഷ്ടം തോന്നും. ഞവര അരി ഭയങ്കര സീക്രട്ട്, ഭയങ്കര സാധനമാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നവർ ഞവര അരി മേടിച്ച്, ഭയങ്കര കല്ല് പോലത്തെ തരിയാവരുത്, നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു തരി ഉണ്ടല്ലോ, ആ തരിയിൽ പൊടിച്ചൊരു ടിന്നിലാക്കി ബാത്റൂമിൽ വെച്ചേക്കാം. അപ്പോൾ ഇതിട്ടിട്ട് ഇതിപ്പോൾ കുളിക്കുമ്പോൾ എപ്പോഴും അതിനൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള കുളിയൊക്കെയില്ലേ, ഒരു 3 മണി 4 മണിക്കുള്ള കുളിക്കൊക്കെയാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല, രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഇത് നന്നായിട്ട് തേച്ചൊരിച്ച് കഴുകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ മാത്രം ഈ പറഞ്ഞവരെ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചാൽ പറ്റത്തില്ല. പിന്നെ അപ്പോൾ ചോദിക്കും, ഈ ഏലാദീനെ എന്താ നിങ്ങൾ മറന്നു പോകുന്നത്? ഏലാദി കുറച്ചുകൂടി ലൈറ്റൻ ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ സെയിം തന്നെയാണ്. ഇത് രണ്ട് ഓയിലും ഡ്രൈനെസ് മാറ്റാനും ടാൻ മാറ്റാനും പിന്നെ വല്ല അലർജിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ബോഡിയിൽ. പക്ഷെ ഫേസിൽ ഇത് രണ്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെക്കാട്ടെ. ഇത് ഓരോന്ന് മേടിക്കാനുള്ള ബഡ്ജറ്റുള്ളെങ്കിൽ ഒരെണ്ണം മേടിച്ചാലും മതി. രണ്ടും ഏകദേശം ഒരേ ഇതാണെങ്കിലും ഇവൻ ഏലാദിക്കാണ് കുറച്ചുകൂടി പറയുന്നത്. എന്താ പറയുക, ഈ പാടുകളൊക്കെ പിന്നെ മുഖക്കുരുവൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ രണ്ട് ഓയിലും ദൈവത്തോർത്ത് പോയി മുഖത്ത് തേക്കരുത്. ആക്റ്റീവായിട്ട് നിൽക്കുന്ന പിമ്പിൾസ് ഉണ്ടെങ്കിൽ തൊടേ വേണ്ട, ഒരു ഓയിലും തൊടണ്ടെന്ന് പറയത്തുള്ളൂ. വെളിച്ചെണ്ണ പോലും തൊടരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് കണ്ടോ, ഇവിടെയൊക്കെ നല്ലോണം പിമ്പിൾസ് വരുന്ന ഭാഗമാണ്. അപ്പൊ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ സാധനം തൊടരുത്. അല്ല, പിമ്പിൾസ് വരുന്ന ഒരു ബോഡി അല്ല മുഖമാണെങ്കിൽ, ഇത്രയും ഭാഗമൊക്കെ ഓയില് വരും, ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ, എന്നാൽ ഈ സാധനം ഉപയോഗിക്കാനുള്ള ത്വരയുണ്ടെങ്കിൽ കുറച്ച് വളരെ 2-3 തുള്ളി എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് തേക്കുക. ജസ്റ്റ് ഒരു മസാജ്. നമ്മളിങ്ങനെയൊക്കെ നല്ല ജോലൈനൊക്കെ ഇത് നല്ല പഠിച്ച് തൂത്ത് അതൊക്കെ നല്ല ബോധമുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കറിയത്തൊന്നുമില്ല. നന്നായിട്ടൊരു മസാജ്, ചെറിയൊരു മസാജ്, ഒരുപാട് ഹാർഡായിട്ട് കൈ ചൂടാവുന്ന മസാജ് കൊടുക്കരുത്. പിമ്പിൾസ് ഉള്ളവർക്ക് കൈ ചൂടാവുന്നത് പിമ്പിൾസ് ഒന്നും കൂടി വരാനായിട്ട്. അപ്പോൾ അത് വേണ്ടവർ ഭയങ്കര അയ്യോ ഈ മഞ്ഞ കളറൊക്കെ വരുമ്പോൾ ഇതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് മാത്രം എന്ത് ചെയ്യുക, ഈ മുഖത്ത് ഒരു 2-3 തുള്ളി, 2 തുള്ളി മതി, അത് വെച്ചൊന്ന് മസാജ് ചെയ്യുക. മാക്സിമം 5 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ കഴുകിക്കളയണം.
ചുമ്മാ കളഞ്ഞാൽ പോരെ, ഇതിൽ ക്ലെൻസിങ് ഇതുണ്ടോ, ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണോ മുഖം കഴുകാൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയണം. നിർബന്ധമാണ്. ഇതിന് ഓൺ ദ പോയിന്റ്. മുഖക്കുരു വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. അപ്പോഴും ഞാൻ മുഖത്തിടാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ ഞാൻ പറയത്തില്ല. ഇത് ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടും നല്ലത് തന്നെയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മളൊരു ഒരു കുപ്പിയിലാക്കി വെക്കുവാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഗുണം നമുക്ക് ബോഡിക്ക് കിട്ടും. മനസ്സിലായോ? ബോഡിക്ക് നല്ല മാറ്റം ഉണ്ടാവും, നല്ല ഗ്ലോ ഉണ്ടാവും. പിന്നെ പറയാനുള്ളത്, ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇപ്പൊ ഈ പറഞ്ഞ ബോഡി വാഷൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ബോഡി വാഷൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അല്ല, സോപ്പ് ഉപയോഗിക്കുന്നവർ സോപ്പ് ഉപയോഗിക്കാം. പക്ഷെ നന്നായിട്ട് കളയണം. കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കളയാത്തവരും ഉണ്ട്, പക്ഷെ കളഞ്ഞില്ല. ഇപ്പൊ ഒരു ചൂടുള്ള ഒരു മഞ്ഞളും ഇപ്പൊ മഞ്ഞ കളറും നമ്മളുടെ ഈ ഒരു ടോണിലേക്ക് ചിലവർക്ക് കയറുമ്പോൾ ഒന്നുകൂടി കറുപ്പാവും. മനസ്സിലായോ? ഒരു മഞ്ഞ കളർ നമ്മുടെ മുഖത്തുണ്ട്. ഇപ്പൊ ഒരു വാമായിട്ടുള്ള ടോണാണ്. ഈ മഞ്ഞ കളർ കയറുമ്പോഴേക്കും ഒരു പച്ച കളർ പോലെ വന്നിട്ട് ഒരു കറുപ്പ് പെട്ടെന്ന് വരും. അപ്പൊ ഈ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പിറ്റേ ദിവസം പുറത്ത് പോകുമ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്താണെങ്കിലും സൺ പ്രൊട്ടക്ഷൻ ക്രീം എപ്പോഴും ഫേസിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബോഡിയിൽ അത്യാവശ്യമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ പോലും നമ്മൾ നന്നായിട്ട് തേച്ചൊരിച്ച് കളയുമല്ലോ. അതുപോലെ തന്നെ ഫേസിൽ നമ്മളെപ്പോഴും കുറച്ച് ഉപയോഗിച്ചാൽ പോലും അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് അതെടുത്ത് നന്നായിട്ട് കളയാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോട്ടക്കല്ല തന്നെയാണ് ഞാൻ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ ക്യാപ്ഷന്റെ അരിയത്ത് പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്, അവിടെ ഇട്ടേക്കാം. പിന്നെ ഞാനൊരു ബോഡി വാഷും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. അത് നിങ്ങൾ താല്പര്യമുള്ളവർ മേടിച്ചാൽ മതി. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നൊരു കാര്യമാണ്. ആ ബോഡി വാഷിനെ കുറിച്ചും കൂടി ഞാൻ പറയാം കേട്ടോ. ഇതെടുത്തുകൊണ്ട് വെക്കാൻ മറന്നുപോയിടാ. ബോഡി വൈസിൻ്റെ ഇതെനിക്ക് തോന്നണത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. മനസ്സിലായോ? ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് ഈ സാൽസിക് ആസിഡിന്റെ ഒരു കണ്ടന്റ് ആണ്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ളൂ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനത്തെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നു പോട്ടെ, അല്ല സാധാരണ ഒരു ബോഡി വാഷ് ചിലവർക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ തരി പോലെ, ഇങ്ങനെ കൈമയൊക്കെ ഓടിക്കുമ്പോൾ ഒരു തരി പോലെ വന്നു. അല്ലെങ്കിൽ വാക്സ് ഒക്കെ ചെയ്യുന്നവർക്ക്, എന്റെ പൊന്നറീച്ചി ഒന്നും ഉണ്ടായിരുന്നേ പോട്ടെ, അത് വിട്ടേക്ക്. അപ്പൊ ഇങ്ങനെ തരി പോലെയുള്ളൊരു സ്കിൻ, അല്ലെങ്കിൽ നമ്മൾ വാക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു തരി പോലെയുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളിയാണ്. ഇത് ഒരുപാട് എടുക്കണ്ടിട്ട്. ഈ കുപ്പി, അയ്യോ ചെറിയ കുപ്പിയിൽ തീരുന്നു, കുറച്ചെടുത്താൽ വന്നിട്ട് വാരി വലിച്ചൊന്നും തേക്കണ്ട. അപ്പൊ ഇത് ഏകദേശം ഒരു 350 രൂപയോളൊക്കെ വരുന്നുണ്ട്. 250 ml ബോട്ടിലാണ്. ഇത് കുറച്ചെടുത്താൽ വാരി തേക്കണ്ട. ഇത് നല്ലതാണ്, മുഖത്തിടരുത്, ബോഡിക്കുള്ളതാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ നാൽപ്പാമരാതിയുടെയും ഏലാതി തൈലത്തിന്റെയും കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും പറ്റുന്നവർ മേടിക്കുക. രണ്ടുപേരും മിക്സ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് എന്ത് ചെയ്യണം? ബോഡിയിൽ അങ്ങോട്ട് തേക്കുക. മിനിമം ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഒന്നട വിട്ട് കുളിക്കുമ്പോഴെങ്കിലും തേക്കാൻ ശ്രമിക്കുക. ഇതിനൊരു മാറ്റം ശരിക്കും പറഞ്ഞൊരു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ഇടും, ചേച്ചി ബോഡിക്കൊക്കെ ഒരു കളറൊക്കെ വന്നിട്ടാ, നല്ല ചിഞ്ചിരി മണിയായിട്ടാ, പിന്നെ പറയും നല്ല സോഫ്റ്റ് ആയി ചേച്ചി എന്ന് പറയും. കാരണം ഈ പയറുപൊടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരി പൊടിച്ചത്, ഈ ഞവരരി മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോ കെട്ടിയവനോട്, എനിക്കൊരു 200 ഗ്രാം നവരരി ചേട്ടാ, ഒരു 100 ഗ്രാമെങ്കിലും മേടിച്ചത് പൊടിച്ചു വെച്ചോ. ഇത് തേച്ച് കുളിക്കണ ദിവസം തന്നെ നിങ്ങൾ പറയും എന്നോട് ഭയങ്കര സ്മൂത്തായെന്ന്. പിന്നെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തേക്കരുത്. എടുക്കുന്ന സമയത്ത് രണ്ടുപേരും മിക്സ് ചെയ്ത് തേക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് അപ്പോഴും ഞാൻ പറയാനുള്ളത്, രണ്ടിലേതെങ്കിലും ഒരു ഓയിൽ, 2 തുള്ളി വല്ലതും, പിമ്പിൾസ് വരാൻ ചാൻസസ് ഉള്ള ഒരു ഓയിലാണ്. നോർമൽ സ്കിൻ, ഡ്രൈ സ്കിന്നൊക്കെ അങ്ങോട്ട് തേച്ചോട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷെ പിമ്പിൾസ് വരുന്നവർ, ഓയിലി സ്കിന്നുള്ളവർ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. തേക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പം എടുത്ത് തേക്കാൻ പോകണവരെ 2 തുള്ളി കേട്ടോ. കാരണം എനിക്ക് ഇതുപോലത്തെ ഒരു സ്കിന്നാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് എപ്പോഴും പിമ്പിൾസ് വരുന്നത് ഇത്ര എടുത്തിട്ടുള്ളൂ. കയ്യിൽ അങ്ങ് തേക്കുക, കയ്യിൽ കുറച്ച് ഓയിൽ അങ്ങനെ പോണിപ്പോയി കണ്ടോ. തേക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കൊരു മഞ്ഞ കളർ കണ്ടോ. ഇങ്ങനെയൊക്കെ തേക്കണം എന്നൊക്കെ പറയൂട്ടോ, ഫേസ് മസാജൊക്കെ അറിയാവുന്നവർ. ഇനി കണ്ണിൻ്റെ മുകളിലൊക്കെ ഒഴിവാക്കിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തേക്കുമ്പോൾ ചെവിയൊക്കെ തേച്ചോ. മനസ്സിലായി? ഒരുപാട് മസാജും കൊടുക്കരുത് ഈ പിമ്പിൾസ് ഒക്കെ വന്ന ആൾക്കാർ. ഓക്കെ, ഇങ്ങനെ തേച്ചോടെ വെക്കുക. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്താണ്, കയ്യിലൊക്കെ തേക്കാം, കയ്യും ഈ പറഞ്ഞ ബോഡിയിലും ഒക്കെ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നമ്മൾ തേക്കുക. കാരണം നമുക്കിത് കണ്ടോ, തേക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഒരു മഞ്ഞൾ ഇതുള്ളതാണ്. പിന്നെ ഓയിൽ ഇതാണല്ലോ, ഒരു ചെറിയ സ്റ്റിക്കിയാണ്, ഒരുപാട് സ്റ്റിക്കി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി കളയണം. പിന്നെ
ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കയ്യൊക്കെ ഒന്ന് മസാജ് ചെയ്യിപ്പിക്കുക. കയ്യൊക്കെ ഒന്ന് നമുക്കൊക്കെ ആവശ്യമില്ലാത്ത കുറേ വേദനകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്നാണ് കരുതുന്നത്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഈ 3 ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി ഉണ്ട്, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഈ ആമസോണിലെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ക്യാപ്ഷൻ്റെ അവിടെ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് നല്ല ബോധമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കണ്ടന്റുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഞാനൊരു സാധാരണ ഒരാളാണ്, സാധാരണ ഒരാൾ എന്ന രീതിയിൽ ഉപയോഗിച്ച്, പക്ഷെ കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കാൻ മറന്നുപോയി എന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ സമയത്ത് കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവരിങ്ങനെ ഒരു എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കണം, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് മറന്നുപോയി, പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഓക്കെ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ സെർച്ച് ചെയ്തു. ഓക്കെ, കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കണ്ടന്റുകൾ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്നും അറിയാത്തതുകൊണ്ടും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സാധാരണ ഒരു മനുഷ്യന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പണി കിട്ടും, നല്ലതാണോ, ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ് 1-2 വന്നിട്ടുണ്ട്, ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ. പിന്നെ നമ്മൾ സാരി ഡ്രാപ്പിംഗ് കുറച്ച് നാളായാലോ ചെയ്തിട്ട്, ഇപ്പോൾ ഓണമൊക്കെ വരവല്ലേ, അപ്പോൾ ഒരു ലൈറ്റ് മേക്കപ്പും സാരി ഡ്രാപ്പിംഗ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.